എന്തിന്റെ പേരിൽ എന്റെ ഫോട്ടോ അടക്കം വെച്ചിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അതിലുണ്ടായിരുന്ന ആ കാര്യങ്ങളൊക്കെ സത്യമായിരുന്നു എന്ന്? അതിലുണ്ടായിരുന്ന ആ കാര്യങ്ങളൊക്കെ സത്യമായിരുന്നു എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഒരാൾക്കും പറയാൻ പറ്റില്ല. ഞാൻ വെല്ലുവിളിക്കുന്നു. കാരണം നസീർ മുതുകുറ്റിക്ക് എന്നെ വളരെ നന്നായിട്ടറിയാം. എന്തിനാ സുഹൃത്തുക്കൾ നിങ്ങൾ അപ്പുറന്ന് ഇപ്പുറന്നൊക്കെ വിളിക്കുന്നത്? അതിന് മാത്രം ഞാൻ ഒന്നും പറയുന്നില്ല. ഞാൻ ഇവിടെ ഒന്നും പറയുന്നില്ല. കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി. കാരണം പലരോടും നിങ്ങൾ പലതും, കാരണം എന്തെന്നറിയോ, വളരെയധികം വിഷമം. അസീസ് പി ഷാഹിദ് താഴത്തുണ്ടോ? അസീസ് പി ഷാഹിദ് സുഹൃത്തെ, നിങ്ങൾക്കും മൈക്കിലേക്ക് വരും. ഒരു 2 മിനിറ്റ് ഞാൻ നിർത്തുകയാണ്. 2 മിനിറ്റ് ഒന്ന് ക്ഷമിക്കണം. കാരണം എന്തെന്നറിയോ, പ്രിയപ്പെട്ട സുഹൃത്ത്, നിങ്ങൾ മനസ്സിലാക്കണം. എനിക്ക് ഓരോ ദിവസവും വരുന്ന PM-കൾ നിങ്ങൾ മനസ്സിലാക്കണം. സാധാരണക്കാരല്ല. ഓക്കെ, അദ്ദേഹത്തിന് ഡോട്ട് മാറ്റി കൊടുക്കും. അസീസ് പി ഷാഹിദിന്റെ താഴത്തിൽ ഡോട്ട് മാറ്റി കൊടുക്കും. പക്ഷെ ആരും മൈക്കിലേക്ക് ചാടരുത്. ഞാൻ കുറച്ച് സമയം സംസാരിക്കും, അത് കഴിഞ്ഞ് നിങ്ങൾക്ക് മൈക്കെടുക്കാം. എനിക്ക് വരുന്ന PM നിങ്ങളുടെ ഹിദായത്തിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങളിപ്പോ അവരുടെ കൂടെ ആയി അല്ലേ? നിങ്ങൾക്ക് അള്ളാഹു ഹിദായത്ത് തരട്ടെ. അപ്പൊ ഈ PM-കളൊക്കെ എനിക്ക് വരാൻ കാരണം, ഞാൻ അവിടെ ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് PM വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവരുടെ റൂമിൽ ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് ഈ രീതിയിലുള്ള PM വരാൻ തുടങ്ങിയിരുന്നു. ഇവിടെ വന്നപ്പോഴും എനിക്ക് ശക്തമായ PM-കൾ. പക്ഷെ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഒരാളെയും പേടിയില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ അതിനൊക്കെ ശക്തമായിട്ടുള്ള മറുപടി. അസീസ് പി ഷാഹിദ് മൈക്കിൽ ഞാനാണ്. നിങ്ങൾ പേടിക്കരുത്. നിങ്ങളുടെ ഡോട്ട് ഞാൻ ഇൻഷാ അല്ലാഹ് മാറ്റിത്തരും. ഇൻഷാ അല്ലാഹ് മാറ്റിത്തരും. അതാ നിങ്ങളുടെ ഡോട്ട് മാറ്റിയിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്യുക. ഞാൻ ഇപ്പൊ തീർത്തും. അത് ഡോട്ട് മാറ്റി, പ്രിയപ്പെട്ട സുഹൃത്തെ, ഡോട്ട് മാറ്റി. അപ്പോ ഇൻഷാ അല്ലാഹ് അസീസ് പി ഷാഹിദും നസീർ മുതുകുറ്റിയും തന്നെ ഉണ്ട്. അവർക്ക് അവസരം കൊടുക്കണം പറയാൻ വേണ്ടി. ഞാൻ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു വാക്ക് കളവാണെന്ന് അവർ പറയട്ടെ. അപ്പൊ ഈ രീതിയിൽ വ്യക്തി വൈരാഗ്യങ്ങളൊക്കെ തീർത്ത് എന്നെ ചെയ്യാവുന്നതിന്റെ പരമാവധി ചെയ്തിട്ട് ഞാൻ മിണ്ടിയില്ല. എന്തേ? ARCKP ഏതോ ഒരു അബ്ദുറഹ്മാനാണ്. എന്താ വിഷയം? സുന്നത്തിയമായ തെറ്റി ഏതെങ്കിലും ഒരു ബന്ധമുണ്ടോ? എന്നെ വ്യക്തിപരമായിട്ട് പറയുന്നതും നമ്മുടെ ക്ലാസ്സും തമ്മിൽ ഒരു ബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ അത് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല, അത് ഒഴിവാക്കിയേ എന്ന് വിചാരിച്ച് ഞാൻ വിട്ടു. പക്ഷെ നിങ്ങളുടെ റൂമിൽ ഇന്നലെയാണോ മിഞ്ഞാന്നാണോ സിദ്ദീഖ് കരിമ്പ്ര? എപ്പോഴാണ്? ഇന്നലല്ലേ? അറബിക്ക് ഗാവ് ഒഴിച്ചു കൊടുക്കുന്നവനാണ് ARCKP എന്ന്. അങ്ങനെയാണോ മുതുകുറ്റി സാഹിബ്? അങ്ങനെയാണോ എന്ന് ആരെങ്കിലും ഒരാൾ പറയട്ടെ. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് അവന്റെ അനുഗ്രഹം ധാരാളമായിട്ട് അവൻ എനിക്ക് ചൊരിഞ്ഞു തന്നിട്ടുണ്ട്. എന്നിരുന്നാലും ഞാൻ പറയുന്നു, അഥവാ ആ ഗാവ കൊടുക്കുന്ന പണി ആയിരുന്നു എനിക്കെങ്കിലും എന്താണ് ഗാവ ഒഴിച്ചു കൊടുത്തൂടെ ആളുകൾക്ക്? ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ എന്താ അങ്ങനെ ഒഴിച്ചു കൊടുത്തൂടെ? അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ റൂമിലും കൂടി പരസ്യമായിട്ട് എനിക്കെതിരെ പറയാൻ തുടങ്ങിയപ്പോ ഇൻഷാ അല്ലാഹ് നാളെ ഞാൻ നാട്ടിൽ പോകുന്നതും കൊണ്ട് തന്നെ എനിക്ക് ചില കാര്യങ്ങൾ ഇവിടെ പറയണമെന്നുണ്ട്. കാരണം എന്തേ? ആളുകൾ മനസ്സിലാക്കട്ടെ. കാരണം ഞാൻ പോയി കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഇത് പറയുന്നതെങ്കിൽ അവർക്ക് എങ്ങനെ ഒരു മറുപടി കിട്ടും? എല്ലാവരും ഒന്ന് മനസ്സിലാക്കട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട അസീസ് പി ഷാഹിദ്, ഇന്നും നിങ്ങളോട് സ്നേഹമാണ്, ഇന്നും നിങ്ങളോട് ഇഷ്ടം തന്നെ. ഒരു വിദ്വേഷവും ഇല്ല, ഒരു വിരോധവും ഇല്ല, നിങ്ങൾക്കും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പൊ എന്തിന്റെ പേരിലാണ് നിങ്ങൾക്ക് എന്നോട് വിദ്വേഷം, വിരോധം? ആശയത്തിന്റെ പേരിലോ? ആശയവുമായിട്ട് തട്ടണം. ആശയമുള്ളവർ ആശയപരമായിട്ട് നേരിടണം. അതല്ലേ അതിന്റെ മാന്യത. പക്ഷെ നിങ്ങൾ അതൊക്കെ വിട്ടു. നിങ്ങൾ എനിക്കെതിരെ എന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾ പ്രവർത്തിച്ചു. അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ? അവിടുത്തെ ഒരു ഉസ്താദുമാരും അതിന് പച്ചക്കൊടി കാണിക്കില്ല എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. പിന്നെ എന്തിന്റെ പേരിൽ? പിന്നെ പറഞ്ഞു കീശേരി ഇപ്പൊ തരാം ഒരു ഡോട്ട് ഇട്ടതിന്റെ പേരിലാണ് ഞാൻ പോയതെന്ന്. അങ്ങനെയല്ല സുഹൃത്തെ. അങ്ങനെ ആണെങ്കിൽ തന്നെയാണെങ്കിലും ഞാൻ അവിടുത്തെ അടിമയായിരുന്നു. അവിടെ വൃത്തികെട്ട ടെക്സ്റ്റുകൾ അടിക്കുന്നത് കാണുമ്പോ അതിനെ പ്രതികരിച്ച എനിക്ക് ഡോട്ട് ഇട്ടെങ്കിൽ പിന്നെ ഞാൻ അവിടെ അറ്റ് റിമൂവ് ചെയ്ത് ഡോട്ട് ഇട്ട് പിന്നെ ഞാൻ അവിടെ എന്തിനിരിക്കണം? ആ തെറികൾ കാണാനോ? അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളെ ഒന്നും കുറ്റം പറഞ്ഞില്ല, ഒരാളെ കുറിച്ചും കുറ്റം പറഞ്ഞ ഞാൻ വളരെ മാന്യമായിക്കൊണ്ട് ഇന്ന് വരെ, ഇപ്പൊ ഈ മൈക്കെടുക്കുന്നത് വരെ ഞാൻ ഒന്നും പറഞ്ഞില്ല. ഇപ്പോഴും ഞാൻ ഒന്നും പറഞ്ഞില്ല, നിജസ്ഥിതിയെ പറഞ്ഞിട്ടുള്ളൂ. വളരെ മാന്യമായി കൊണ്ടുവന്നു. പിന്നെ ആലിമീങ്ങളെ ചീത്ത പറയുന്ന കാര്യത്തിൽ എന്താ ഇത്ര ആവേശമെന്ന് ചോദിക്കും. പറയാം. ആലിമീങ്ങൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ വന്നുകൊണ്ട് മുമ്പ് ഒരാൾ ചോദിച്ചിരുന്നു, മുഹമ്മദേ, നിങ്ങളല്ലേ പറയാറുള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും എന്റെ കൂട്ടത്തിലുള്ളവരോട് യുദ്ധം ചെയ്ത് മരിച്ചാൽ അവർ സ്വർഗത്തിൽ പോകുമെന്ന്. എന്നാൽ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ചിലരെ സ്വർഗത്തിലേക്ക് അയക്കാൻ എനിക്ക് പൂതിയുണ്ട്, അതുകൊണ്ട് കുറച്ചു പേരെ ഇങ്ങോട്ട് വിട്ടുതരണം എന്ന് പറഞ്ഞ സംഭവം നിങ്ങൾക്കറിയാം.
അപ്പൊ സഹാബികൾ എഴുന്നേറ്റ് നിൽക്കാൻ പോയപ്പോ റസൂലുള്ളാഹി പറഞ്ഞു, വേണ്ട, അയാൾ പുലമ്പിയിട്ട് പോകട്ടെ എന്ന് പറഞ്ഞു. വീണ്ടും ആ വന്ന ആൾ വെല്ലുവിളിച്ചു. വീണ്ടും റസൂലുള്ളാഹി പറഞ്ഞു, ആരും എഴുന്നേൽക്കരുത്, അയാൾ പുലമ്പിയിട്ട് പോകട്ടെ എന്ന് പറഞ്ഞു. മൂന്നാമത്തെ തവണ അദ്ദേഹം പറഞ്ഞു, എന്തേ മുഹമ്മദേ, നിന്റെ കൂട്ടത്തിലുള്ളവരൊക്കെ ഭീരുവാണോ, നീയും ഭീരുവാണോ എന്ന് ചോദിച്ചപ്പോ പിന്നെ റസൂലുള്ളാഹിന്റെ മറുപടിക്ക് കാത്തുനിന്നില്ല. പോർക്കളത്തിലേക്ക് ചാടി ഇറങ്ങിക്കൊണ്ട് വന്ന ശത്രുവിന്റെ തലയെടുത്തു. ആ തലയെടുത്ത ആരാണെന്നറിയോ പ്രിയപ്പെട്ട സുഹൃത്തെ? അദ്ദേഹത്തിന്റെ സ്വന്തം മകനായിരുന്നു. അപ്പൊ സുന്നത്ത് ജമാഅത്തിന്റെ വിഷയത്തിൽ എന്താണ് ഉമർ റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഭരണം ഏറ്റെടുക്കുമ്പോൾ പറഞ്ഞത്? ഇസ്ലാമിൽ ഇല്ലാത്ത ഒരു കാര്യം ഞാൻ കൊണ്ടുവന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോ ആരയിൽ നിന്ന് ഊരിപ്പിടിച്ച വാളുമായിട്ടൊരു സഹാബി പറഞ്ഞില്ലേ, നിങ്ങളുടെ തല ഞാൻ എടുക്കുമെന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനോട്. അപ്പോ അതേ സ്ഥിതി തന്നെ ഇവിടെ നടന്നുള്ളൂ. എനിക്ക് സത്യമാണെന്ന് തോന്നിയത് ഞാൻ ചെയ്തു, ഞാൻ ആരെയും കുറ്റം പറയാൻ നിന്നില്ല, ഞാൻ ഈ റൂമിലേക്ക് മാറി, ഇവിടെ എന്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ എന്തിന്റെ പേരിലാണ് നിങ്ങൾ എനിക്കെതിരെ തിരിഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. വിനീതമായി ഇപ്പോഴും പറയുന്നു, എനിക്ക് അവിടെയുള്ളവരോട് ഒരു വിദ്വേഷവുമില്ല, ഒരു വൈരാഗ്യവുമില്ല, ഒന്നുമില്ല. പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, മാന്യമായി കൊണ്ട് ഈ ചർച്ചകൾ അതിൻ്റെതായ രീതിയിൽ കൊണ്ടുപോവാ, അല്ലാതെ വ്യക്തിഹത്യ നടത്തിക്കൊണ്ട്. നസീർ മുതുകുറ്റി നിങ്ങൾക്ക് ഡോട്ട് മാറ്റി തന്നതാണ്, പക്ഷെ നിങ്ങൾ മൈക്കിലേക്ക് ചാടിയത് കൊണ്ടാണ് വീണ്ടും ഡോട്ട് ഇട്ടത്. ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾക്കൊക്കെ അവസരം തരുന്നു. അസീസ് പി ഷാഹിദ് മുമ്പ് തന്നെയുണ്ട്, അത് കഴിഞ്ഞ് നസീർ മുതുകുറ്റിക്ക് മൈക്കിലേക്ക് വരാം. ഏതായാലും പിന്നെ ഇൻഷാ അല്ലാഹ് ഞാൻ കൂടുതൽ അങ്ങ് നീട്ടിക്കൊണ്ടുവന്നിട്ട് നമ്മൾ മറ്റ് പരിപാടികൾ ഉണ്ടാകും ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ അസീസ് പി ഷാഹിദ് നസീർ മുതുകുറ്റിക്കും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടോ, അസീസ് പി ഷാഹിദിന് കേട്ടിരുന്നോ ഇല്ലേന്ന് അറിയില്ല. ഞാൻ വീണ്ടും വെല്ലുവിളിക്കുന്നു, ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും നിങ്ങൾ പലരും പറഞ്ഞു നടന്നു ഞാൻ നിങ്ങളെ വഞ്ചിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി വന്നതാണെന്ന്. ഞാൻ നിങ്ങളെ വഞ്ചിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി വന്നതാണ്, ഞങ്ങളെ പറ്റിച്ചു, ഞങ്ങളെ പറഞ്ഞു പറ്റിച്ചു എന്ന്. ഞാൻ എപ്പോഴെങ്കിലും അവിടെ വന്ന് പറഞ്ഞോ ഞാനൊരു SSF കാരനാണെന്ന്? ഞാൻ അവിടെ കയറിയപ്പോൾ മുതൽ അസീസ് പി ഷാഹിദ്ക്ക് നന്നായിട്ടറിയാം. ഞാൻ അവിടെ കയറിയപ്പോൾ മുതൽ പറയുന്നതാണ് ഞാനൊരു EK സുന്നിയാണ്, മരിക്കുന്നത് വരെ EK സുന്നിയായിരിക്കുന്നു. അല്ല അസീസ് പി ഷാഹിദ്, നന്നായിട്ടറിയില്ല നിങ്ങൾക്ക്? അന്നും പറഞ്ഞിരുന്നു. പക്ഷെ നിങ്ങൾ ഇപ്പോ പറയുന്നു ഇല്ല, അതൊക്കെ നിങ്ങൾ ഞങ്ങളെ പറ്റിച്ചു പോയതാണെന്ന്. അതൊക്കെ നിങ്ങളൊന്ന് വ്യക്തമാക്കണം. ഞാൻ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു വാക്ക് കള്ളമായിട്ടുണ്ടോ അത് മാത്രം പറഞ്ഞാൽ മതി. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു വാക്ക് കള്ളമായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ പറയാ. അമീർ നിങ്ങൾ ഒരു 2 ചോദ്യത്തിനുള്ള അവസരം കൊടുത്തൂടെ അമീർ സാഹിബ്? പറയണം. ഞാൻ ഒരു 4 മിനിറ്റും കൂടി നമ്മളെ സമയത്തിനുണ്ട്. ഒരു 2 ചോദ്യം അവർ ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പിന്നെ അവരത് പിന്നെ കളവാണെന്നില്ല ഒരു ഇത് വെച്ച് നടക്കണ്ട. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ അതെ ഏതെങ്കിലും ഒരു വാക്ക് കളവാണെന്ന് തെളിയിക്കാൻ അസീസ് പി ഷാഹിദും അതുപോലെ നസീർ മുതുകുറ്റിന്റെ ഡോട്ട് ഒന്ന് മാറ്റിക്കോളൂ. അത് മാത്രം, വേറെ ഒരു പ്രസംഗവും വേണ്ട, വേറെ ഒരു കാര്യങ്ങളും സംസാരിക്കേണ്ട. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ കളവിന്റെ ഒരു അംശം ഉണ്ടെന്ന് ഒന്ന് പറയണം ദയവ് ചെയ്ത്. ഞാൻ മൈക്ക് റിലീസ് ചെയ്യാണ്. മൈക്ക് വേണം അമീറിന്, അല്ലെങ്കിൽ അസീസ് പി ഷാഹിദ് അതുപോലെ നസീർ മുതുകുറ്റിന്റെ ഡോട്ട് ഒഴിവായിക്കോളൂ. അവർക്ക് അതിനെക്കുറിച്ച് മാത്രം ഒരു ചോദ്യങ്ങൾ പറയാം. ഇൻഷാ അല്ലാഹ് അതിന് മറുപടി പറയുന്നതാണ്. മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ ഒരു മരിക്കെടുക്കാൻ മുമ്പ് സഹോദരന്മാരെ, ഈ റൂം നിയന്ത്രിക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇവര് നമ്മുടെ റൂമിന്റെ ആളുകളല്ല. അതുകൊണ്ട് തന്നെ നമ്മളെ റൂമുകാരെ മാനിക്കുന്നതിനേക്കാൾ കൂടുതൽ മാനിക്കേണ്ടതുണ്ട്. അതെല്ലാവരും ശ്രദ്ധിക്കണത്. മറ്റോ റൂമിന്റെ ആളുകൾ നമ്മുടെ റൂമിലേക്ക് വരുമ്പോ അത് വളരെ മാന്യമായ നിലക്ക് തന്നെ സ്വീകരിക്കണം. അതിപ്പോ അവരുണ്ടായതുകൊണ്ട് തന്നെ അവരെ മുഖത്ത് അതിനുവേണ്ടി പറയില്ല, നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് വളരെ. നമ്മൾ മുമ്പ് ഇവിടെ നസാഹു മൗലവിയും അബ്ദുസലാം ബാക്കബിയും കൂടി ഒരു വാദപ്രയോഗം നടന്നത് നാരിയ സ്വലാത്തിനെ കുറിച്ച്. അന്ന് ആക്ഷേപമുണ്ടായിരുന്നത് നസാഹു മൗലവിക്ക് കൊടുക്കുന്ന അത്ര സമയം അബ്ദുസലാം ബാക്കബിക്ക് കൊടുത്തില്ല എന്നായിരുന്നു. അപ്പൊ നമ്മളതിൽ അഭിമാനം കൊള്ളുക ചെയ്തത്. കാരണം സലാം ബാക്കബി നമ്മുടെ ആളാണ്, അതിനേക്കാൾ അധികം മാനിക്കേണ്ടത് ഒരു മറ്റുള്ള റൂമിന്റെ ആളെയാണ് എന്നാണ് അന്ന് നമ്മൾ പറഞ്ഞത്. അതുപോലെ തന്നെ ഇവന് ഈ അസീസ് ഷാഹിദും നസീറും മുതുകുറ്റിയൊക്കെ കുറച്ച് നേരം അധികം സംസാരിച്ചാലും ശരി നമ്മൾ ക്ഷമിക്കണം എന്ന് അറിയിക്കുകയാണ്. വല്ലാതെ ആകുമ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ടല്ലോ, അത് അവരും ശ്രദ്ധിക്കും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് അത് മാനിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സൗണ്ട് ക്ലിയർ ആണോ? ക്ലിയർ ആണല്ലേ? ഓക്കെ. നിങ്ങൾ കെട്ടിയിട്ടിട്ട് ഇങ്ങനെ ടെക്സ്റ്റിലോട്ടും എല്ലാവർക്കും ഇങ്ങനെ കെട്ടിയിട്ട് നിങ്ങൾ പറയുന്ന കേട്ടിരിക്കാൻ വേണ്ടി പറ്റില്ല. പക്ഷെ സംഭവം എന്താണെന്ന് ഞാൻ വന്നു കയറിയുള്ളൂ.
ARCKP നമ്മുടെ സുഹൃത്ത് ARCKP ഇങ്ങനെ എന്തൊക്കെയോ പറയുന്നു കേട്ടു. അപ്പൊ എന്താണെന്ന് പറഞ്ഞേക്കാൻ വേണ്ടി വന്നിരുന്നു. ARCKPയോട് പലവട്ടം ഞാൻ പറയുന്നു, ഈ വിഷയങ്ങൾ പറയാണ്ട് നമ്മളെ ഈ പേഴ്സണൽ ആയിട്ടുള്ള പല വിഷയങ്ങളുണ്ട്, അതൊക്കെ ഇങ്ങനെ വിളിച്ച് പറയുന്നത് ശരിയല്ല. നിങ്ങൾ ഓക്കെ, എനിവേ ഇതുപോലെ പറയാൻ തുടങ്ങി ഒരുപാട് അതുപോലെ മറ്റുള്ള എന്തുകൊണ്ടാണ് ഈ റൂമിൽ സജീവായതും മൂപ്പരാദ്യം വന്ന റൂമിനെ കുറിച്ചൊക്കെ മൂപ്പരനെ പറഞ്ഞു, ഒരുപാട് കാര്യങ്ങൾ മൂപ്പര് പറഞ്ഞു. ആ പേഴ്സണലായിട്ട് പറഞ്ഞ കാര്യം നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാനും അവരും തമ്മിൽ ഒരുപാട് പറഞ്ഞു. ഇപ്പോഴും പിന്നെ നിങ്ങൾ പറയുമ്പോഴെന്ന് വെച്ചാൽ കെട്ടിയിട്ടിട്ട് എല്ലാരും ഡോട്ട് കൊടുത്തിട്ട് ഒന്ന് മൈക്കെടുക്കാൻ അനുവദിക്കൂല, ഒരു ടെസ്റ്റ് എടുക്കാൻ അനുവദിക്കൂല, ഇങ്ങനെ ഒരു പറഞ്ഞോട് കാര്യമില്ലല്ലോ. ഏതായാലും ഇൻഷാ അല്ലാഹ് എന്താണ് പറഞ്ഞ ഓരോ വാക്കുകൾ വെച്ചിട്ട് ചർച്ച ചെയ്യാം. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു കാര്യം സംസാരിക്കാൻ പറ്റില്ല. ബുദ്ധിശാമായി കേൾക്കണ്ടോ? കേൾക്കേണ്ട ആരും ഇപ്പോഴും മൈക്കുണ്ട്. എന്താ പറയാ, ARCKPനെ കുറിച്ചാണ് പറയേണ്ടത്, റൂമിനെ കുറിച്ചാണ് പറയേണ്ടത്. പിന്നെ വ്യക്തിഹത്യ വേണ്ട, അത് ഞാൻ വിട്ടു. ഞാൻ ARCKP അയാൾക്ക് ഒരുപാട് ഫ്രീഡം ഉണ്ട്. അയാൾക്ക് ഏത് റൂമിലും നാളെ മുജാഹിദ് റൂമിൽ പോയി അടിമനാകാം, ഇവിടെ വരാം, ഏത് റൂമിൽ പോയിട്ട് അടിമ, അതൊന്നും വിഷയമൊന്നുമില്ലല്ലോ. അത് വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, സെനഗൽ പോയ നമ്മുടെ ഇന്നലെ മിഞ്ഞാന്ന് എന്നോട് സംസാരിക്കാൻ പറഞ്ഞ വാക്കുണ്ടായി. പിന്നെ അവർ ഡോട്ട് ചെയ്തു, ബൗൺസ് ചെയ്തു. ഇന്നലെ മിഞ്ഞാന്ന് പറഞ്ഞ വിഷയത്തെ കുറിച്ച് അതാണ് എനിക്ക് പറയുന്നത്. ARCKPനെ സംബന്ധിച്ച് എനിക്ക് പറയാം. ഇൻഷാ അല്ലാഹ് സെനഗൽ യാത്രയെ കുറിച്ചൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. നസീർ മുതുകുറ്റി സാഹിബ് വളരെ വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞല്ലോ. ഞാനിത് എന്റെ ചർച്ച ഞാൻ ഒഴിവാക്കിയിട്ട് എനിക്ക് പല പണികളും ഉണ്ട്. ഇനിയും ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതിനെക്കുറിച്ച് അതിൽ ഏതെങ്കിലും ഒരു വാക്ക് കളവായിട്ടുണ്ടോ ഇല്ലേ, ഞാൻ നിങ്ങളെ ചതിച്ചിട്ടുണ്ടോ വഞ്ചിച്ചിട്ടുണ്ടോ, അല്ല ഞാൻ ഈ ഇത്ര നേരം സംസാരിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്, അതിൽ എന്തെങ്കിലും കളവ് ഉണ്ടോ അത് പറയാനാണ് പറഞ്ഞത്. അല്ലാണ്ട് ARCKP നാളെ ആരാകും, നിങ്ങൾ നാളെ ആരാകും എന്നതൊക്കെ അള്ളാഹുവിനല്ലേ അറിയും. അത് നമ്മൾക്ക് ഇൻഷാ അല്ലാഹ് അള്ളാഹുവിലേക്ക് വിടാം. ഏതായാലും ARCKP നിങ്ങളുടെ റൂമിൽ കയറുമ്പോ പറഞ്ഞിരുന്നു EK സുന്നിയാണ് എന്ന്, അല്ലേ? നിങ്ങളുടെ റൂമിൽ വലിഞ്ഞു കയറി വന്നതാണോ? അല്ല. ഇതൊക്കെയാണ് ഞാൻ പറയാൻ പറഞ്ഞത്. ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും കളവുണ്ടോ അതിനെക്കുറിച്ചാണ് പറയാൻ പറഞ്ഞത്. പിന്നെ സെനഗൽ യാത്രയെ കുറിച്ചൊക്കെ ഡോക്ടർ റഹ്മാൻ സാഹിബ് താഴത്തുണ്ട്. മാഷാ അല്ലാഹ് നാട്ടിൽ നിന്നാണ്. 2:30 മണിയായി. ജസാക്കല്ലാഹ് ഖൈർ റഹ്മാൻ സാഹിബ്. ഇൻഷാ അല്ലാഹ് ഇനി അതിനെക്കുറിച്ചാണെങ്കിൽ അതിനെക്കുറിച്ച്, കാരണം നമ്മളെ മറ്റു പരിപാടിയിൽ ഹദ്ദാദ് കഴിഞ്ഞോ, ഞാൻ നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് അസീസ് പി ഷാഹിദിനും നസീർ മുതുകുറ്റിക്കും. അസീസ് പി ഷാഹിദ് ആയിരുന്നു ആദ്യം വേണ്ടത്, പക്ഷെ അസീസ് പി ഷാഹിദ് മൈക്കെടുത്തില്ല, നസീർ മുതുകുറ്റി മൈക്കെടുത്തു. ഇനി നിങ്ങൾ രണ്ടാളെ ഇപ്പോഴത്തെ വിഷയമല്ല. അതെ, എന്നാ പിന്നെ ഡോക്ടർ റഹ്മാൻ സാഹിബ് അത് പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോഴത്തെ വിഷയം അതല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യം, ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു, അത് വളരെ വ്യക്തമായിട്ട് തന്നെയാണ് നസീർ മുതുകുറ്റി പറഞ്ഞത്. നിങ്ങളടക്കം അംഗമായിട്ടുള്ള ഫേസ്ബുക്കിലാണ് എനിക്കെതിരെ വളരെ വൃത്തികെട്ട രീതിയിലുള്ള കമന്റുകളും പോസ്റ്റുകളും കണ്ടത്. എന്താ നിങ്ങൾ പ്രതികരിച്ചിട്ട് എന്തിനാ നിങ്ങൾ ആ ഫേസ്ബുക്കിൽ സൈൻ ഇൻ ചെയ്യണം? നിങ്ങളടക്കമുള്ള റൂമിലാണ്. എന്തുകൊണ്ട്? ഞാൻ എന്താണ് ചെയ്തത്? നിങ്ങളുടെ പ്രവർത്തകർ അവിടെ ലോകോത്തര പൊട്ടത്തരങ്ങൾ അടിച്ചപ്പോ മാന്യമായിക്കൊണ്ട് ഞാൻ പറഞ്ഞു ഇതൊക്കെ തെറ്റാണ്, ഇതിന്റെ വിഷയത്തിൽ നമ്മൾക്കൊന്ന് ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞതിനാണ് എനിക്കെതിരെ ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിച്ചത്. അവിടെ ഇപ്പൊ 2 ദിവസം മുമ്പ് നിങ്ങളുടെ റൂമിലും എനിക്കെതിരെ എന്തോ ഒരു കളി നടന്നു പറഞ്ഞു. എനിക്ക് വിഷമമൊന്നുമില്ല. ഇപ്പോഴും നിങ്ങളൊക്കെ സ്നേഹിക്കുന്നു. ഏതായാലും അസീസ് പി ഷാഹിദ് മൈക്ക് ചോദിക്കുന്നുണ്ട്. നസീർ മുതുകുറ്റി സാഹിബ് അസീസ് പി ഷാഹിദിന് കൊടുക്കാമല്ലോ, കാരണം രണ്ടാളും എല്ലാവരും ഒരാളെന്നല്ലോ. അസീസ് പി ഷാഹിദ് എടുത്തിട്ട് നസീർ മുതുകുറ്റി എടുക്കട്ടെ. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു തെറ്റ് ഇൻഷാ അല്ലാഹ് അസീസ് പി ഷാഹിദ് കണ്ടുപിടിച്ചിട്ടുണ്ടാവും. ഏതായാലും അദ്ദേഹം പറയട്ടെ, ഞാൻ മൈക്ക് വിട്ടു. അസീസ് പി ഷാഹിദ് എന്താ മൈക്ക് എടുക്കാത്തത്? അസീസ് പി ഷാഹിദ് നിങ്ങളുടെ ടെക്സ്റ്റ് ഡോട്ട് ഒഴിവാക്കിയിട്ടുണ്ട്, ഒന്ന് പബ്ലിക്കിൽ അടിച്ച് എന്താ മൈക്ക് എടുക്കാത്തത്? എന്താ പഠിച്ചോനെ, എന്നും ബന്ധപ്പെടുന്ന എന്നും നല്ല രീതിയിൽ പെരുമാറിയിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് അസീസ് പി ഷാഹിദ്. ടെക്സ്റ്റ് അടിച്ചോളൂ. എന്താ മൈക്ക് എടുക്കാൻ പറ്റുന്നില്ലേ അസീസ് പി ഷാഹിദ്? അസീസ് പി ഷാഹിദ് മൈക്ക് വേണ്ടേ? നസീർ മുതുകുറ്റിക്ക് മൈക്ക് വേണ്ടായിരിക്കും അല്ലെ? ഓക്കെ, മൈക്ക് വിട്ടു. നസീർ മുതുകുറ്റി തന്നെ വരട്ടെ. ചർച്ച ARCKP ആണോ ചർച്ച? നിങ്ങളേതായാലും നിങ്ങളെ തുറക്കട്ടതിന്റെ പേരിൽ നമുക്ക് ചർച്ച ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. ചർച്ച ARCKP ആണോ അല്ലേ? എന്താണ് വിഷയം എന്നുള്ളത് ഞാൻ ലാസ്റ്റ് ഘട്ടത്തില് ഇങ്ങനെ ഒരു പറയുന്നുണ്ടായിരുന്നു. വിഷയങ്ങൾ ഒരുപാട് പറയുന്നുണ്ട്. ചർച്ചയൊന്നുമില്ല.
എന്താണ് പറയേണ്ടത് പറയും. ഞാൻ പറയാം ഇൻഷാ അല്ലാഹ് ARCTP ആണ് അതുമായിട്ടുള്ള വിഷയങ്ങൾ, എനിക്കുള്ള അനുഭവങ്ങളും ഞാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളും